ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ആവിയിൽ വേവിച്ചെടുത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് 4 മണി പലഹാരമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്വീറ്റായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് തയ്യാറാക്കാനാണെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവ് വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ പകുതി പകുതിയായിട്ട് പാലും വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് അളവ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പലഹാരം പൊതുവെ മൈദയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവ് മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഇളം മധുരം കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഇതുപോലെ വേണം നമ്മളുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി. നല്ല ലിക്വിഡായിട്ട് വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അഥവാ നിങ്ങളുടെ കൂട്ട് കട്ടിയായിട്ടാണ് ഉള്ളതെങ്കിൽ വെള്ളമോ പാലോ ചേർത്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ദാ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി അടുത്ത ലെയറിനായിട്ടുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഞാൻ 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ലെയറിന് ഒരല്പം മധുരം കൂടുതലായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്തോന്ന് വിചാരിച്ച് മഞ്ഞളുടെ രുചിയൊന്നും വരില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അടുത്ത ലെയറിനുള്ള കൂട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏതിലാണോ സെറ്റാക്കി എടുക്കുന്നത് ആ ഒരു പാത്രം നല്ലപോലെ നെയ്യ് തടവിയെടുക്കണം. അപ്പോൾ ഞാനിതിപ്പം ഇതുപോലെ ചെറിയ പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനത് നല്ലപോലെ തന്നെ ഒന്ന് നെയ്യ് തടവി എടുക്കുന്നുണ്ട്. നെയ്യ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് നെയ്യൊക്കെ തടവി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പാത്രത്തിൽ തയ്യാറാക്കണം എന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവി കയറാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ല പോലെ വന്നതിന് ശേഷം ഈ പാത്രങ്ങൾ ഓരോന്നായിട്ട് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ആദ്യമായിട്ട് തന്നെ നമ്മൾ മൈദയുടെ ആ ഒരു കൂട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കണ്ടൂ. ഇത് നമ്മൾ ലെയറുകളായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഓരോ ലെയറും ഒരുപാട് തിക്കായിട്ടല്ലാണ്ട് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് കുക്കായി കിട്ടാൻ. ഒരു 20 സെക്കൻഡൊക്കെ വേണ്ടി വരുള്ളൂ. അത് പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ആ ഒരു മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് മുട്ടയുടെ മിക്സാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതും ഒരു ചെറിയ ലെയറായിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മുട്ടയുടെ ലെയർ വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ ദാ ഇതിപ്പം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളൊന്ന് നല്ലപോലെ നെയ്യ് തടവി കൊടുക്കണം. ഇത് എന്തായാലും ചെയ്യണം. ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് മലബാറിലെ സ്പെഷ്യലായിട്ടുള്ള നെയ്യടയാണ്. ആ നെയ്യടയിൽ നെയ്യ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. നെയ്യ് അപ്പോൾ നല്ലപോലെ തടവിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മൈദയുടെ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും മുട്ടയുടെ മിക്സ്, പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നെയ്യ്, അങ്ങനെ ലെയറുകളാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ മുട്ടയുടെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ടയുടെ മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കേണ്ടി വരും. ഇതിന് സമയം നോക്കുകയല്ല, നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം നല്ലപോലെ ഉണങ്ങി വന്നോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് നേരം കുക്ക് ചെയ്യാനും പാടില്ല. അപ്പോൾ അത് ഭയങ്കര ഹാർഡായിട്ട് മാറും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ഓരോരോ ലെയറുകളാക്കിയിട്ട് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. മൈദയുടെയും മുട്ടയുടെയും കൂട്ട് ഒഴിച്ചതിന് ശേഷം ലെയറുകളാക്കിയതിന് ശേഷം വേണം നമ്മൾ നെയ്യ് തടവാൻ വേണ്ടിയിട്ട്. ഇതേപോലെ അപ്പം ലെയറുകളാക്കി എടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ മൈദയുടെ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏറ്റവും ആദ്യം മൈദയുടെ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏറ്റവും അവസാനവും മൈദയുടെ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ മൈദയുടെ കൂട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ബദാം തന്നെ ഇടണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇപ്പം മുഴുവനായിട്ടും കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 4 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കിയിരിക്കുന്ന നെയ്യട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതിന് ഒരുപാട് മധുരമൊന്നും കാണില്ല, ഒരിളം മധുരം മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്വീറ്റായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നമുക്ക് ലെയറുകളൊക്കെ ഓരോന്നായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.